ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ ശ്യാമസുന്ദരൻ എന്ന ഗ്രന്ഥത്തിൽ നീലചന്ദ്രിക എന്ന ഭാഗത്തിലെ കേശാതിപാദം എന്ന കവിതയാണ് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. കുണ്ടലി പെൺപാമ്പു കേറി വരും സ്ഥലം കാണിക്കും പീലിയാം മാണിക്യവും ബാലമാം വ്യോമത്തിൽ മാലേയം കൊണ്ടുള്ള ബാലേന്ദുരമ്യമാം ഗോപിപ്പൊട്ടും തോരാത്ത കാരുണ്യ വീക്ഷണ വൃഷ്ടിക്കു തോരണം കെട്ടിച്ച ചില്ലിവില്ലും ശ്രീലമാമാനന പൊന്മണിക്കിണ്ണത്തിൽ താലം കൊളുത്തുന്ന പുഞ്ചിരിയും കല്യാണപ്പൊട്ടു തൊട്ടിടുവാൻ ലക്ഷ്മിക്കു കണ്ണാടി കാട്ടുന്ന പൂങ്കവീളും ഗോപീഭുജങ്ങളാം ശ്രീവന്യമാലകൾ തൂങ്ങിക്കിടക്കുന്ന തോളുകളും ഭക്താനുരാഗത്തിൻ മാറ്റുരയ്ക്കാനുള്ള പച്ചക്കല്ലാകും ശ്രീവത്സോരസും വിശ്വം വഴിഞ്ഞുള്ള വാത്സല്യവൃദ്ധിയാൽ വിശ്വവിശ്വാസ്യമാം മാനസവും പുത്തൻ മുരളിയെ കിക്ലിപ്പെടുത്തിയിട്ടു തത്തിക്കളിക്കുന്ന കൈവിരലും ആതപമേൽക്കും പൊന്നന്ന നിരയൊത്ത പീതചേലത്തിലെ പൊന്നേലസും ആടയിൽ മൂടുക കാരണം തൻ വില കോടിയിരട്ടിച്ചരമ്പോരുവും അന്തിച്ചുകപ്പാകും ചെമ്പട്ടിൻ തുമ്പത്തു ലംബിക്കും അമ്പിളി പൊഞ്ചിലമ്പും പത്തിൻ തിരകളിൽ പത്തായി നിഴലിച്ച മുഗ്ധസ്മിതാംശുവാം പൊന്നഘവും തന്വങ്കിരാധയ്ക്കു മൂന്നും കൂട്ടാനുള്ള താമ്പൂലത്തുമ്പാകുമുള്ളം കാലും കൃഷ്ണന്റെ അംഗങ്ങൾ ഓരോന്നും വെവ്വേറെ തൃഷ്ണയോടോർത്തു നുകർന്നിടുന്നേൻ കൃഷ്ണന്റെ അംഗങ്ങൾ ഓരോന്നും വെവ്വേറെ തൃഷ്ണയോടോർത്തു നുകർന്നിടുന്നേൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ദ്വാദശസ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 70-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്നലെ 3 ശ്ലോകങ്ങളാണ് അനുസ്മരിച്ചത്. അവിടെ നാം കേട്ടു ഗായത്രി എന്ന മഹാമന്ത്രത്തിൻ്റെ ഓരോ പാദങ്ങൾ ഓർമ്മിപ്പിച്ചും കൊണ്ട് 3 ശ്ലോകങ്ങൾ. പിന്നീട് ആ സൂര്യസ്തുതിയിൽ യാജ്ഞവൽക്യൻ പറയുന്നു, യ ഏവേമം ലോകമധികരാളവദനാന്ധകാര സംജ്ഞാജഗരഗ്രഹഗളിതം മൃതകമിവ വിവേചേതനമവലോക്യാനുകമ്പയാ പരമകാരുണികേ ഈക്ഷൈവോദ്ധാപ്യാഹരഹരനുസവനം ശ്രേയസി സ്വധർമാഖ്യാത്മാവസ്ഥാനെ പ്രവർത്തയത്യവനിപതിരിവാ സാധൂനാം ഭയം ഉദീരയന്നടതി എന്ന് പറയും. യ ഏവം യാതൊരുവൻ, സൂര്യനെ കുറിച്ചുള്ള സ്തുതിയാണ്. യാതൊരുവൻ തന്നെ അതികരാളവദനാന്ധകാര സംജ്ഞാജഗരഗ്രഹഗളിതം അതിഭയങ്കര മുഖത്തോടുകൂടിയ അന്ധകാരമെന്നു പേരായ അജഗരഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ടതും, അജഗരം എന്ന് പറഞ്ഞ പെരുമ്പാമ്പ്, ഗ്രഹിക്കപ്പെട്ടതും മൃതകം ഇവ മരിച്ചതുപോലെ വിചേതനം വ്യാപാരരഹിതവുമായിരിക്കുന്ന ഇമം ലോകം, ഈ ലോകത്തെ അവലോക്യ കണ്ടിട്ട് പരമകാരുണിക പരമമായ കാരുണ്യത്തോടുകൂടി അനുകമ്പയ ദയയോടുകൂടി ഈക്ഷയാ ഏവ കടാക്ഷം കൊണ്ട് തന്നെ ഉദ്ധാപ്യ എഴുന്നേൽപ്പിച്ചിട്ട് അഹരഹ ദിവസം തോറും അനുസവനം സന്ധ്യ തോറും സ്വധർമാഖ്യാത്മാവസ്ഥാനെ സ്വധർമ്മം എന്നു പേരായ സ്വവ്യാപാരത്തിൽ സ്ഥിതി ചെയ്യുന്നതായ ശ്രേയസി ശ്രേയസിൽ പ്രവർത്തേതി പ്രവർത്തിപ്പിക്കുന്നു. അവനിപതി ഇവ ഭൂപാലകൻ എന്നതുപോലെ അസാധൂനാം ഭയം ഉദീരയൻ അടതി സാധുക്കളല്ലാത്ത ആളുകൾക്ക്, സജ്ജനങ്ങളല്ലാത്തവർക്ക് ഭയത്തെ ജനിപ്പിച്ചും കൊണ്ട് സഞ്ചരിക്കുന്നു. ഇപ്പൊ ഗായത്രിയുടെ 3-ാമത്തെ പാദം ധിയോ യോന പ്രചോദയാൽ എന്നാണ്. അതിൻ്റെ ആ സാരത്തെ തന്നെ ഒന്നുകൂടി വിസ്തരിക്കുകയാണ് ഇവിടെ യാജ്ഞവൽക്യൻ. ഭഗവാനെ ഏതൊരു ഭവാൻ അങ്ങ് തന്നെ അതിഭയങ്കരമായ അന്ധകാരം എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പിനാൽ ഗ്രസിക്കപ്പെട്ട മരിച്ച ശരീരം എന്നതുപോലെ നിശ്ചേഷ്ടമായിട്ടുള്ള ഈ ലോകത്തെ തൻ്റെ പ്രകാശരശ്മികളെ കൊണ്ട് അവിടുത്തെ കടാക്ഷം കൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ചിട്ട് മരിച്ചുപോയതിനെ എഴുന്നേൽപ്പിച്ചു എന്നാണ്. അന്ധകാരമാകുന്ന പെരുമ്പാമ്പ് വിഴുങ്ങിയ മൃതകമിവ മരിച്ചതുപോലെയായ ലോകത്തെ ഉണർത്തെഴുന്നേൽപ്പിച്ചു സൂര്യൻ എന്നാണ്. അതുകൊണ്ട് അവരവരുടെ വിഹിത കർമാനുഷ്ഠാന രൂപമായിരിക്കുന്ന ശ്രേയോമാർഗത്തിൽ സന്മാർഗം തെറ്റി നടക്കുന്ന ആളുകൾക്കോ മരണഭയത്തെ ജനിപ്പിക്കുകയും ചെയ്യുന്നത് അവിടുന്നാണ്. സജ്ജനങ്ങൾക്ക് അഭയസ്വരൂപിയായും ദുർജനങ്ങൾക്ക് ഭയസ്വരൂപിയായിട്ടും എല്ലാ ദിവസവും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. സൂര്യോദയവും അസ്തമനവുമായിരിക്കുന്ന കാലം മനുഷ്യജീവന്റെ ജീവിതത്തിന്റെ അവധിയെ അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് അസാധുക്കൾക്ക് മരണഭയത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ സ്വധർമ്മം തെറ്റാതെ നടക്കുന്ന ആളുകൾക്കോ മരണഭയം ഇല്ല. അവർ സ്വധർമാനുഷ്ഠാനത്തിലൂടെ അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടാവണു, അവർക്ക് ഭക്തി ഉണ്ടാവണു. അങ്ങനെ ഭഗവാനായ ആ ഈശ്വരനിൽ സ്വരൂപമഹിമ സാക്ഷാത്കരിച്ച് ജീവൻ മുക്തരായിട്ട് തീരണു. അവസാനത്തിൽ വിദേഹ കൈവല്യം നേടുന്നു. അവർക്ക് മരണഭയമില്ല. എന്നാൽ ദുർജനങ്ങൾ, ഭഗവാനെ ആശ്രയിക്കാത്ത ആളുകൾക്ക് മരണഭയത്തെ ഉണ്ടാക്കുന്നു സൂര്യൻ.
പരിത ആശാപാലൈഹി തത്ര തത്ര കമലകോശാഞ്ജലിഭിരുപഹൃതാർഹണാം. പരിതഃ നാലു ഭാഗത്തും ആശാപാലൈഹി ദിക്പാലകന്മാർ തത്ര തത്ര അവിടെ കമലകോശാഞ്ജലിഭി കമലകോശതുല്യമായ അഞ്ജലികളാൽ ഉപഹൃതാർഹണ ഉപഹരിക്കപ്പെട്ട പൂജാദ്രവ്യങ്ങളോട് കൂടിയവരാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ സഞ്ചാര സമയത്ത് കിഴക്കുഭാഗത്ത് നിന്ന് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പൂർവാദി ദിക്കുകളുടെ അധിപന്മാര് ദേവേന്ദ്രൻ, വഹ്നി, യമൻ, നിരുതി, വരുണൻ, മരുത്ത്, കുബേരൻ, ഈശൻ തുടങ്ങിയവര് അഷ്ടദിക്പാലകന്മാര് താമരമുട്ടുപോലെ കൈകൂപ്പി നിൽക്കുന്നു. അങ്ങക്കായി പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. സൂര്യനോട് പറയാണ്, ചക്രവർത്തി സഞ്ചരിക്കുമ്പോ പ്രജകൾ എങ്ങനെയാണ് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുക, അതേപോലെ ആ സർവേശ്വരനായ സൂര്യനെ അഷ്ടദിക്പാലകന്മാരെ കൈകൂപ്പിയും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചും സ്വീകരിക്കുന്നു. അഥഹ ഭഗവംസ്തവ ചരണനളിനയുഗളം ത്രിഭുവന ഗുരുഭിർ വന്ദിതമഹമയാതയാമയജുക്കാമ ഉപസരാമീതി. അഥഹ അതുകൊണ്ട് ഭഗവൻ, ഹേ ഭഗവാനായിരിക്കുന്ന സൂര്യനാരായണമൂർത്തെ, അഹം ഞാനും അയാതയാമ യജുക്കാമഹ അന്യരാൽ അറിയപ്പെടാത്ത യജസ്സുക്കളെ കാമിക്കുന്നതിനായി ആഗ്രഹിക്കുന്നവനായി ത്രിഭുവന ഗുരുഭി മൂന്ന് ലോകങ്ങളും പൂജിക്കുന്നതായതുകൊണ്ട് വന്ദിതം ആ വന്ദിക്കപ്പെടുന്നതായിരിക്കുന്ന തവ ചരണനളിനയുഗളം അവിടുത്തെ പാദ കമല യുഗ്മങ്ങളെ ആ ഇരുപാദങ്ങളെയും ഉപസരാമി ഇതി ഭജിക്കുന്നു എന്ന്. അപ്പോ അവിടുന്ന് സർവേശ്വരനാണ്. അതുകൊണ്ട് മൂന്ന് ലോകങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന ഇന്ദ്രാദി അഷ്ടദിക്പാലകന്മാർ പോലും പൂജിക്കുന്ന വന്ദിക്കുന്ന അവിടുത്തെ പാദകമലത്തെ മറ്റാരും കാണാത്ത മറ്റാരാലും അറിയപ്പെടാൻ സാധിക്കാത്ത മന്ത്രങ്ങളെ കൊണ്ട് ആ മന്ത്രങ്ങളെ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു എന്നാണ്. സൂതം പറഞ്ഞു, ഏവം സ്തുതസ്സ ഭഗവാൻ വാജിരൂപധരോ ഹരി യജൂംഷയാതയാമാനി മുനേദാൽ പ്രസാദിത. അങ്ങനെ വന്നപ്പോ ഏവം സ്തുതഃ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട് പ്രസാദിത പ്രസാദിപ്പിക്കപ്പെട്ടും ഇരിക്കുന്ന ഭഗവാൻ സ ഹരി ആ സൂര്യൻ ഭഗവാനായ ആ ഈശ്വരൻ വാജിരൂപധര കുതിരയുടെ ആകൃതി സ്വീകരിച്ച് അയാതയാമാനി യജുംഷി ആരാലും അറിയപ്പെട്ടിട്ടില്ലാത്തതായിരിക്കുന്ന യജുസ്സുകളെ മുനയെ അതാൽ മുനിക്കായിട്ട് നൽകി. ഇങ്ങനെ ഭഗവാൻ സൂര്യദേവൻ കുതിരയുടെ രൂപം സ്വീകരിച്ചു. വളരെ വിശേഷമായിട്ടുള്ള മറ്റാർക്കും അറിയാത്ത മന്ത്രങ്ങളെ യാജ്ഞവൽക്യൻ എന്ന ആ ഋഷീശ്വരന് നൽകുകയും ചെയ്തു. യജുർഭിരകരോച്ഛാഘ ദശപഞ്ച ശതൈർവിഭൂ ജഗൃഹുർവാചസന്യസ്ത കാണ്വമാധ്യന്തിനാദയാ. വിഭു സമർത്ഥനായ അവൻ ശതൈഹി യജുർഭി 100 യജസ്സുകൾ കൊണ്ട് ദശപഞ്ചശാഖ 15 ശാഖകളെ ഉണ്ടാക്കി. അകരോത് വാചസന്യഹ താ വാചസനികളായ അവരെ എന്ന് വെച്ചാൽ ആ വാചത്തിൽ നിന്ന് കുതിരയുടെ കേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് വാചസനി എന്ന് പറയുന്നത്. അവയെ കാണ്വൻ, മാധ്യന്തിനൻ തുടങ്ങിയവർ ആ ജഗൃഹു അഭ്യസിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഉപദേശിച്ചു. അങ്ങനെ യാജ്ഞവൽക്യൻ സൂര്യൻ നൽകിയ ഈ യജുസ്സിനെ, അപരിമിതമായ ആ യജുസ്സിനെ, അതിന് 15 ശാഖകൾ ഉണ്ടാക്കി എന്നാണ്. വാചങ്ങളിൽ നിന്ന്, കുതിരയുടെ കേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ട് വാചസനി എന്നതിന് പേര്. വാചത്തിന് വേഗം എന്ന അർത്ഥമുണ്ട്. അപ്പൊ സൂര്യഭഗവാൻ അതിവേഗത്തിൽ നൽകി എന്നുള്ളത് കൊണ്ട് വാചസനി അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ വാചസനികൾ എന്നു പേരുള്ള ആ യജുശാഖകൾ കാണ്വൻ, അതേപോലെ മാധ്യന്തിനൻ തുടങ്ങിയ മഹർഷിമാർ യാജ്ഞവൽക്യനിൽ നിന്നും അഭ്യസിച്ചു എന്നും പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ജൈമിനെ
സാമഗസ്യാസീൽ സുമന്തുസ്തനയോ മുനി സുന്വാംസ്തു തൽസുതസ്ഥാഭ്യാമേകൈകാം പ്രാഹ സംഹിതാം. ഇത് പറയാണ്, സാമഗസ്യ ജൈമിനെ, സാമകനായിരിക്കുന്ന ജൈമിനിക്ക്, സാമവേദം ജൈമിനിക്കാണ് കൊടുത്തത് അല്ലേ. ആ സുമന്തു എന്നു പേരുള്ള തനയഹ, ഒരു പുത്രനായ മുനി ആസീത് ഉണ്ടായി. തൽസുതഃ, ആ സുമന്തുവിന്, ജൈമിനിക്ക് സുമന്തു, സുമന്തുവിന്റെ പുത്രനായിട്ട് സുന്വാൻ, ആ മകന്റെ പേര് സുന്വാനാണ്. താഭ്യാം, അവർക്കായിക്കൊണ്ട് ഏകൈകാം സംഹിതാം പ്രാഹ, സാമവേദത്തിന്റെ ശാഖാവിഭജനാണ് പിന്നീട് പറഞ്ഞത്. യജുസ്സിന്റെ പറഞ്ഞു, ഇത് പറയാണ്, സാമവേദം പഠിച്ച ജൈമിനി തന്റെ പുത്രനായ സുമന്തുവിനും സുമന്തുവിന്റെ പുത്രനായ സുന്വാനും ഓരോ ശാഖകളെ, സാമവേദത്തിന്റെ ശാഖകളെ പഠിപ്പിച്ചു. സുകർമാ ചാപി തച്ഛിഷ്യ സാമവേദതരോർമഹാൻ സഹസ്ര സംഹിതാഭേദം ചക്രേ സാംനാം തതോദ്വിജ ഹിരണ്യനാഭ കൗസല്യ പൗഷ്യഞ്ജിശ്ച സുകർമ്മണ ശിഷ്യോ ജഗൃഹതുശ്ചാന്യ ആവന്ത്യോ ബ്രഹ്മവിത്തമ. തച്ഛിഷ്യ, അവന്റെ ശിഷ്യനായ സുകർമാച അപി, സുകർമാവും മഹാൻ, വലിയ ബുദ്ധിമാനായിരുന്നു. തഥാ സാമവേദ തരോഹോ, ആ സാമവേദ വൃക്ഷത്തിൽ നിന്നും സാമ്നാം സഹസ്ര സംഹിതാഭേദം, സാമങ്ങളുടെ അനന്തം സംഹിതാഭേദത്തെ, അല്ലെങ്കിൽ 1000 എന്ന് പറഞ്ഞ നിരവധി ചക്രേ നിർമ്മിച്ചു. കൗസല്യ, കോസലരാജ്യനിവാസിയായ ഹിരണ്യനാഭനും പൗഷ്യഞ്ജിജ, പൗഷ്യഞ്ജിയും സുകർമ്മണ, സുകർമാവിന്റെ ശിഷ്യന്മാരാണ്. തൗ, ആ രണ്ടുപേർ തം ജഗൃഹതു, അതിനെ ഗ്രഹിച്ചു. ആവന്ത്യ, അവന്തി രാജ്യവാസിയായിരിക്കുന്ന ബ്രഹ്മജ്ഞനായാലിൽ ഉത്തമനായിരിക്കുന്ന അന്യ അപി, മറ്റൊരാളും ഇത് പഠിച്ചു. ജൈമിനിയുടെ ശിഷ്യൻ മഹാബുദ്ധിമാനായ സുകർമാവ് സാമവേദമാകുന്ന വൃക്ഷത്തിൽ നിന്നും 1000കണക്കിന് സാമസംഹിതാഭേദത്തെ നിർമ്മിച്ചുവെന്നും കോസല രാജ്യത്ത് താമസിച്ചിരുന്ന ഹിരണ്യനാഭൻ എന്ന ബ്രാഹ്മണൻ, പൗഷ്യഞ്ജി എന്ന മറ്റൊരു ബ്രാഹ്മണൻ, ഇവർ രണ്ടുപേരും ഈ സുകർമാവിന്റെ ശിഷ്യന്മാരാണ്. അവരും സാമവേദ ശാഖകൾ പഠിച്ചു. അതോടൊപ്പം തന്നെ അവന്തി ദേശത്തുള്ള വളരെ ശ്രേഷ്ഠനായ ബ്രഹ്മജ്ഞനായ ഒരാളും ഇതിനെ പഠിച്ചു. ഉദീച്യ സാമഗാ ശിഷ്യാ ആസൻ 500 വൈ പൗഷ്യഞ്ജ്യാവന്ധ്യയോശ്ചാപി താംശ്ച പ്രാച്യാൻ പ്രചക്ഷത്തെ. പൗഷ്യഞ്ജ്യാവന്ധ്യയോഹോ, പൗഷ്യഞ്ജിക്കും അവന്ധ്യനും, അവന്തിയിലുള്ള ആൾക്കും 500 ശിഷ്യാഹ, എത്ര ശിഷ്യന്മാർ? 500 ശിഷ്യന്മാർ ഉണ്ടായി. ഉദീച്യ, ഉദീചയിൽ ഭവിച്ച സാമക, സാമകന്മാരാണ്. താൻച, അവരെ തന്നെ പ്രാച്യാൻ പ്രചക്ഷത, അവരെ പ്രാച്യന്മാര് എന്നും പറയുന്നു. അപ്പൊ പൗഷ്യഞ്ജിക്കും ആവന്ധ്യനും ഹിരണ്യനാഭനും 500 വീതം ശിഷ്യന്മാരുണ്ടായി. അതുകൊണ്ട് ആ 3 പേരും അവരുടെ ശാഖകളെ 500 വിഭജിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അങ്ങനെ ഉദീച്യന്മാർ, ഉദീച്യന്മാർ എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തുള്ളവര്, അവര് സാമകന്മാര്, ഇവരെ തന്നെ വേറെ ചിലർ പ്രാച്യന്മാര്, കിഴക്ക് ദിക്കുള്ള സാമകന്മാര് എന്നും പറയുന്നു. അപ്പോ ഉദീച്യ സാമകാ ശിഷ്യാസ്തസ്യ 500 സ്മൃത ഹിരണ്യനാഭാദാവന്ത്യ സംഹിതായേ ദ്വിജോത്തമൈ ഗൃഹീതാസ്തേപി ചോച്യന്തേ പണ്ഡിതൈ പ്രാച്യ സാമക എന്നാണ് വിഷ്ണു പുരാണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഹിരണ്യനാഭനും ഉദീച്യന്മാരായ 500 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ ഹിരണ്യനാഭനിൽ നിന്നും ഓരോ സംഹിതകൾ അഭ്യസിച്ചു. അതുകൊണ്ട് 500 ശാഖകൾ ഹിരണ്യനാഭൻ നിർമ്മിച്ചിരുന്നു. ഇവരെ തന്നെ ചില പണ്ഡിതന്മാര് പ്രാച്യന്മാര് എന്ന് പറയുന്നു. ലൗകാക്ഷിർ മാംഗലികുല്യ കുസീത കുക്ഷിരേവച പൗഷ്യഞ്ജി ശിഷ്യ ജഗൃഹു സംഹിതാസ്തേ 100. സുകർമാവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഹിരണ്യനാഭൻ, പൗഷ്യഞ്ജി, ആവന്ധ്യൻ, ഈ 3 പേരുടെ വേറെയും ചില ശിഷ്യന്മാരിൽ നിന്ന്
സാമഗാനത്തിന്റെ ശാഖകളുണ്ടായി. സാമവേദത്തിന്റെ ലൗകാക്ഷി, മാംഗലി, കുല്യൻ, കുസീതൻ, കുക്ഷി ഇവരൊക്കെ പൗഷ്യഞ്ജിയുടെ ശിഷ്യന്മാരാണ്. ഇവർ ഓരോരുത്തരും 100 ശാഖകൾ വീതം അഭ്യസിച്ചു. കൃതോ ഹിരണ്യനാഭസ്യ 24 സംഹിത ശിഷ്യ ഊചേ സ്വശിഷ്യേഭ്യ ശേഷ ആവന്ത്യ ആത്മാവാൻ. ഹിരണ്യനാഭസ്യ ശിഷ്യ, ഹിരണ്യനാഭന്റെ ശിഷ്യനായ കൃതൻ സ്വശിഷ്യേഭ്യ തന്റെ ശിഷ്യന്മാർക്കായിക്കൊണ്ട് 24 സംഹിത 24 സംഹിതകളെ ഊചെ ഉപദേശിച്ചു. ശേഷ ബാക്കിയുള്ളവ ആത്മവാൻ ആവന്ത്യ ആത്മജ്ഞാനിയായ ആവന്ത്യനും പഠിപ്പിച്ചു എന്നാണ്. അപ്പോ ഹിരണ്യനാഭന്റെ ശിഷ്യനായ കൃതൻ എന്നു പേരായ മുനി തന്റെ ശിഷ്യന്മാർക്ക് 24 ശാഖകൾ പഠിപ്പിച്ചു. പിന്നെ ബാക്കി ശാഖകൾ ആവന്ത്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തില് 12 സ്കന്ധത്തിൽ ആശ്രയം എന്ന ലക്ഷണത്തെ കാണിക്കുന്ന 12 സ്കന്ധം ആശ്രയ നിരൂപണത്തിൽ വേദവിഭാഗ നിരൂപണം എന്ന 6ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. 7ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് നാളെ ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.